ലോകത്തിന് ഇനിയൊരു യുദ്ധത്തെ താങ്ങാൻ സാധിക്കുമോ എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന്റെ ഉത്തരം ഇല്ല എന്നുള്ളതാണ്. കാരണം യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചിട്ട് 3 വർഷങ്ങൾ കഴിഞ്ഞു. എന്തു നേടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും നേടിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുന്നു, ലക്ഷക്കണക്കിന് ആളുകൾ പലായനം ചെയ്യപ്പെടുന്നു. ഈ അതിർത്തികളൊക്കെ മാത്രം നോക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിന് മറ്റൊരു രാജ്യത്തിന് മേലുള്ള അധികാരം കൈയാളാൻ സാധിക്കും എന്നതിനേക്കാൾ ഉപരിയായി അതിന് മനുഷ്യരാശിക്ക്, മനുഷ്യകുലത്തിന് കൊണ്ടുവന്ന് നൽകുന്ന നാശത്തിന്റെ അളവും വ്യാപ്തിയും നമുക്ക് നിശ്ചയിക്കാനാവുന്നതിലും അപ്പുറമാണ്. ലോകത്തിൽ ഒരുപാട് യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. ലോകക്രമം കെട്ടിപ്പടുക്കാനും അല്ലെങ്കിൽ അതിനൊരു സമാധാനമൊക്കെ കൊണ്ടുവരാനൊക്കെ സാധിക്കുമായിരിക്കാം. പക്ഷേ ഇനിയൊരു കാലഘട്ടത്തിൽ, ഈ 21ാം നൂറ്റാണ്ടിൽ മറ്റൊരു യുദ്ധം കൂടി താങ്ങാൻ നമുക്ക് സാധിക്കില്ല. ഈ ഘട്ടത്തിലാണ്, ഈ അതിനിർണായകമായ ഘട്ടത്തിലാണ് അമേരിക്കയും ഇറാനും തമ്മിൽ ഉള്ള സംഘർഷം നിലവിൽ വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുന്നു. അതൊരു യുദ്ധത്തിലേക്ക് പോകുന്നു എന്ന വാർത്തകൾ നമ്മൾ കേൾക്കുന്നത്. അമേരിക്കയുമായി കരാറിലെത്താൻ ഇറാനോട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ കുറേയധികം നാളുകളായി. ആണവ കരാറിലെത്താൻ ഇറാൻ പരാജയപ്പെട്ടാൽ പശ്ചിമേഷ്യയ്ക്ക് മോശമായ കാര്യങ്ങൾ സംഭവിക്കുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഇറാനുമായി അർത്ഥവത്തായ ഒരു ആണവ കരാറിൽ എത്തുന്നതിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 10 ദിവസത്തെ സമയപരിധിയാണ് നൽകിയിരിക്കുന്നത്. 10 ദിവസത്തിനുള്ളിൽ സമവായത്തിൽ എത്തിയില്ലെങ്കിൽ ഇറാനിൽ അമേരിക്ക താണ്ഡവമാടും എന്നുള്ളതാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇറാനും അമേരിക്കയും തമ്മിലുള്ള പ്രശ്നങ്ങളും നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആണവ പദ്ധതിയും അതുമായി ബന്ധപ്പെട്ട കരാറുമാണ്. ഇറാൻ രഹസ്യമായി ആണവ ആയുധങ്ങൾ വികസിപ്പിക്കുന്നു എന്നാണ് അമേരിക്കയുടെ പ്രധാന ആരോപണം. 2015 ഒബാമ ഭരണകൂടം ഇറാനുമായി ഒരു ആണവ കരാറിൽ ഒപ്പുവെച്ചിരുന്നു. എന്നാൽ 2018 ട്രംപ് ഈ കരാറിൽ നിന്ന് പിന്മാറുന്നൊരു സാഹചര്യമുണ്ട്. കാരണം ഇറാൻ എന്ന് പറയുന്ന രാഷ്ട്രം ഈ കരാറിനെ ധിക്കരിച്ചുകൊണ്ട് ആണവ യുദ്ധോപകരണങ്ങൾ നിർമ്മിക്കുന്നു, ഇറാൻ ഒരു ന്യൂക്ലിയർ ശക്തിയായി മാറുന്നു എന്നുള്ള കാര്യം സത്യത്തിൽ കരാറിന് മേൽ ഇറാൻ എന്ന് പറയുന്ന രാഷ്ട്രം നടത്തുന്ന ലംഘനം തന്നെയാണ്. ഇതിന് മേൽ എന്തു ചെയ്യുന്നു? കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ അമേരിക്ക ഏർപ്പെടുത്തുന്നുണ്ട്. 2024-2025 കാലഘട്ടത്തിൽ ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം വർദ്ധിപ്പിച്ചതും ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്കയും ഇസ്രായേലും നടത്തിയ ആക്രമണങ്ങളുമൊക്കെ സംഘർഷം വഷളാക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പശ്ചിമേഷ്യയിൽ ഇറാൻ നടത്തുന്ന പ്രോക്സി യുദ്ധങ്ങളാണ്. മിഡിൽ ഈസ്റ്റിലെ വിവിധ സായുധ ഗ്രൂപ്പുകൾ, ഹിസ്ബുള്ള, ഹമാസ്, ഹൂത്തികൾ, ഇതിനൊക്കെ തീറ്റ കൊടുക്കുന്നത് ഇറാനാണ്. ഇറാൻ എന്ന് പറയുന്ന രാഷ്ട്രത്തിന്റെ പ്രോക്സി തീവ്രവാദ ഗ്രൂപ്പുകളാണുള്ളത്. ഇവർ പശ്ചിമേഷ്യയിലെ സമാധാനം തകർക്കുന്നു, ജൂതരാഷ്ട്രമായ ഇസ്രായേലിന്റെ ഉറക്കം കെടുത്തുന്നു, അവിടേക്ക് യുദ്ധം പടച്ചുവിടുന്നു, ഗസയിൽ സമാധാനമില്ല. അങ്ങനെ ഈ പ്രോക്സി യുദ്ധങ്ങൾ നടത്തുന്ന ഇറാന് മേലെയും അമേരിക്കയ്ക്ക് മറ്റൊരു പരാതിയായി ഇത് വരുന്നുണ്ട്. ഹമാസും ഹിസ്ബുള്ളയും ഹൂത്തികളും തുടങ്ങിയവർക്ക് ഇറാൻ നൽകുന്ന സൈനിക സഹായം തങ്ങളുടെയും സഖ്യകക്ഷിയായ ഇസ്രായേലിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണെന്ന് തന്നെയാണ് അമേരിക്ക പറയുന്നത്. അതിനെ പൂർണ്ണമായും നമുക്ക് അംഗീകരിച്ചേ പറ്റുകയുള്ളൂ. അമേരിക്കൻ അടുത്ത സുഹൃത്തായ ഇസ്രായേലിനെ തകർക്കുമെന്ന് ഇറാൻ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ശത്രുത അമേരിക്ക ഇറാൻ ബന്ധത്തെയും ബാധിക്കുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഇനി ചരിത്രപരമായ ചില കാരണങ്ങളുണ്ട്. 1953 അട്ടിമറിയാണ്. ഇറാനിലെ ജനാധിപത്യ സർക്കാരിനെ അമേരിക്കൻ ഏജൻസിയായ CIA അട്ടിമറിച്ചു എന്നൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. 79 ഇസ്ലാമിക് വിപ്ലവത്തിലൂടെ ഇറാനിൽ അമേരിക്കൻ അനുകൂല ഭരണാധികാരിയായിരുന്ന ഷായെ പുറത്താക്കി ആയത്തുള്ള ഖൊമേനിയുടെ നേതൃത്വത്തിൽ ഇസ്ലാമിക് റിപ്പബ്ലിക് നിലവിൽ വരുന്നുണ്ട്. ഇതേ തുടർന്ന് ടെഹ്റാനിൽ US എംബസിയിൽ നയതന്ത്ര ഉദ്യോഗസ്ഥരെ 444 ദിവസം ബന്ദിയാക്കിയതും ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തേക്ക് പൂർണ്ണമായും തകർത്ത് കളഞ്ഞിട്ടുണ്ട്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യം എന്താണ്? ഇറാനിൽ ആഭ്യന്തര പ്രക്ഷോഭമാണ്. ഇറാനിലെ സാമ്പത്തിക തകർച്ചയെ തുടർന്ന് ജനങ്ങൾ നടത്തുന്ന പ്രക്ഷോഭങ്ങളെ ഭരണകൂടം പൂർണ്ണമായും അർത്ഥത്തിൽ അടിച്ചമർത്തുന്നത്. ഈ കാര്യത്തിലും അമേരിക്ക കടുത്ത അതൃപ്തിയിലാണ്. ഇറാനിലെ സാധാരണക്കാരായ ജനങ്ങൾ, സ്ത്രീകൾ, കുട്ടികൾ, പ്രായമായവർ തുടങ്ങി എല്ലാ വിഭാഗങ്ങളിലും പെട്ട ആളുകൾ അവിടെയുള്ള ഖമനേയി ഭരണകൂടം താഴെ ഇറങ്ങണമെന്നും അവർക്ക് സമാധാനം വേണമെന്നും അവർക്ക് സ്വാതന്ത്ര്യം വേണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയിൽ അവർക്ക് മറികടക്കാൻ അവർക്ക് മറ്റു രാഷ്ട്രങ്ങളുടെ സഹായ സഹകരണങ്ങൾ ആവശ്യമുണ്ട്. ഇതൊക്കെ പറഞ്ഞാൽ ജനങ്ങൾ തെരുവിലാണ്. അതുകൊണ്ട് തന്നെ ഇതും ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. ഇവിടെയൊക്കെ എന്താണ് സംഭവിക്കുന്നത്? പലതരത്തിലുള്ള കാരണങ്ങളാണ് ട്രംപ് ഇറാന് മേൽ ഒരു യുദ്ധത്തിന് തയ്യാറാവുന്നതിനായി ഉന്നയിക്കുന്ന കാരണങ്ങൾ. എന്നാൽ ട്രംപ് വളരെ പെട്ടെന്ന് യുദ്ധത്തിലേക്ക് പോകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. കാരണം ട്രംപിന്റെ ഒരു രീതിയുണ്ട്. ഓരോ രാഷ്ട്രങ്ങളും തനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിൽക്കാൻ വേണ്ടി മാക്സിമം പ്രഷർ നൽകുന്ന ഒരു രീതി. നമുക്കറിയാം, ലോകരാഷ്ട്രങ്ങളൊക്കെ തന്നെയും അമേരിക്കൻ ചൊൽപ്പടിക്ക് നിൽക്കാൻ വേണ്ടി ട്രംപ് 2ാം ഘട്ടത്തിൽ അധികാരത്തിലെത്തിയ സമയത്ത് കൊണ്ടുവന്ന ഒന്നായിരുന്നു പൂർണ്ണമായും അർത്ഥത്തിൽ തീരുവ വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ നികുതി വർദ്ധിപ്പിക്കുന്ന രീതികൾ. ട്രംപിന്റെ താരിഫ് യുദ്ധം യഥാർത്ഥത്തിൽ ഫലം കണ്ടു. പല രാഷ്ട്രങ്ങളും
ട്രംപിനോട് സമവായത്തിലെത്താൻ തയ്യാറായി. ഇന്ത്യ പോലും ഒരു ഘട്ടത്തിൽ, അതായത് ഇറാനിൽ നിന്നും ഇന്ത്യ എണ്ണ മേടിച്ചിരുന്നു, അതുപോലും നിർത്തിക്കൊണ്ട് ഇന്ത്യ ഒരു സമവായത്തിലേക്ക് എത്തുന്നു. ഇന്ത്യക്ക് മേൽ അടിച്ചേൽപ്പിച്ചിരുന്ന 50% തീരുവ എന്നുള്ളത് ട്രംപ് 18% കുറച്ചു കൊടുക്കുന്നു. അതായത് മാക്സിമം പ്രഷർ കൊടുത്ത് അമേരിക്കൻ താല്പര്യങ്ങൾക്കൊപ്പം ആളുകളെ നിർത്തുക എന്നൊരു രീതി ട്രംപിനുണ്ട്. അപ്പോൾ ഇറാനെ സാമ്പത്തികമായി തളർത്തുക എന്ന ലക്ഷ്യം, അല്ലെങ്കിൽ ഇറാനെ യുദ്ധമുനയിലാണ് ഞങ്ങൾ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്കെതിരെ ആഞ്ഞടിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു യുദ്ധമുനമ്പിൽ നിർത്തുന്ന പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് ഒരു മാക്സിമം പ്രഷർ കൊടുത്ത് അവരെ തങ്ങൾക്കൊപ്പം, അല്ലെങ്കിൽ തങ്ങൾ പറയുന്ന കരാറിലേക്ക് ഇറാനെ എത്തിപ്പിക്കുക എന്നുള്ള രീതിയാണ് ട്രംപ് ഇവിടെ എടുക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ട്രംപ് സ്വയം ഡീൽ മേക്കർ എന്ന പ്രതിച്ഛായ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അക്ഷീണം അതിനുവേണ്ടി പ്രയത്നിക്കുന്ന വ്യക്തിയാണ്. 2025 മെയ്യിലെ ഇന്ത്യ പാക് സംഘർഷം നമുക്കറിയാവുന്നതാണ്. യുദ്ധം, ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഘട്ടം. താൻ ഇടപെട്ടാണ് ആ സംഘർഷം അവസാനിപ്പിച്ചതെന്ന് ട്രംപ് എല്ലാ കാലഘട്ടത്തിലും അവകാശവാദം ഉന്നയിക്കാറുണ്ട്. അതായത് ലോകത്തെ പ്രധാന തർക്കങ്ങളിൽ തനിക്ക് പരിഹാരം കാണാൻ കഴിയുമെന്നും അതുകൊണ്ട് തന്നെ താൻ നൊബേൽ സമ്മാനത്തിന്, സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് അർഹനാണെന്നൊക്കെ നിരന്തരം പറയുന്ന ട്രംപ് അങ്ങനെ ഇമേജ് ബിൽഡിംഗ് കൂടി താല്പര്യപ്പെടുന്ന ഒരു ആളാണ്. അതുകൊണ്ട് തന്നെ ലോകത്തിന് മുന്നിൽ താൻ ഒരു ഡീൽ മേക്കറാണ്, സമാധാനം പുലർത്താൻ ആഗ്രഹിക്കുന്ന ഒരാളെന്നുള്ള ഇമേജ് ക്രിയേറ്റ് ചെയ്യേണ്ട ട്രംപ് വളരെ പെട്ടെന്ന് ഇറാനും മുകളിലൊരു യുദ്ധം നടപ്പിലാക്കുമെന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. ഗസയിൽ സമാധാനം പുലരാനുള്ള ട്രംപിന്റെ പദ്ധതിയായ ബോർഡ് ഓഫ് പീസിന്റെ ആദ്യ യോഗത്തിന്റെ ഉദ്ഘാടന വേളയിലാണ് ട്രംപ് ഇറാൻ ഈ 10 ദിവസത്തെ മുന്നറിയിപ്പൊക്കെ നൽകുന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം പ്രഷർ നൽകിക്കൊണ്ട് ഇറാനെ ചർച്ചാ മേശയിലേക്ക് കൊണ്ടുവരിക, സമവായത്തിൽ ഏർപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഒരാൾ ഇത്തരത്തിലേക്ക് യുദ്ധത്തിലേക്ക് കടക്കുമോ എന്നതും നമ്മൾ സംശയിക്കേണ്ടതുണ്ട്. അതിനാൽ തന്നെ ട്രംപിന്റെ ഈ മാക്സിമം പ്രഷർ എന്ന തന്ത്രമാവാം ഇവിടെ ഉപയോഗിക്കുന്നത്. എന്നാൽ ട്രംപിന്റെ ഈ യുദ്ധ കൊലവിളിയെ നമ്മൾ നിസ്സാരമായി തള്ളിക്കളയാനും സാധിക്കില്ല. നിലവിൽ US തങ്ങളുടെ അത്യാധുനിക വിമാനങ്ങൾ പശ്ചിമേഷ്യയിലേക്ക് വിന്യസിച്ചിരിക്കുകയാണ്. F-35 ഉണ്ട്, F-22 ജെറ്റ് യുദ്ധ വിമാനങ്ങളൊക്കെ ഇക്കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് ഏത് നിമിഷവും യുദ്ധമാകാം. മാത്രമല്ല നമുക്കറിയാവുന്ന കാര്യമാണല്ലോ, ഇസ്രായേലും ഇറാനും തമ്മിൽ കഴിഞ്ഞ വർഷം നടന്ന യുദ്ധത്തിന്റെ സമയത്ത് അമേരിക്കയാണ് ഫോദോ ഉൾപ്പെടെയുള്ള ഇറാന്റെ ഏറ്റവും തന്ത്രപ്രധാനമായ ന്യൂക്ലിയർ സ്റ്റേഷനുകൾ തകർക്കാൻ വേണ്ടി അവരുടെ അത്യാധുനിക വിമാനങ്ങൾ ഉപയോഗിച്ചത്. അതുകൊണ്ട് ഇറാന് മേൽ അമേരിക്ക പ്രതിരോധം തീർത്തേക്കാം, യുദ്ധം സൃഷ്ടിച്ചേക്കാം, പക്ഷേ അതിന് ഇനിയും സമയമുണ്ട് എന്നുള്ളതാണ്. ഇറാന്റെ കൈവശം ആണവായുധം ഉണ്ടാവുക എന്നത് അംഗീകരിക്കാനാവില്ലെന്നും മിഡിൽ ഈസ്റ്റിൽ സമാധാനം നിലനിൽക്കണമെങ്കിൽ ഇറാൻ ആണവായുധം നേടുന്നത് തടയണമെന്നും അദ്ദേഹം പറയുന്നതിനോട് നമുക്ക് യോജിക്കാതിരിക്കാനാവില്ല. കാരണം ഇറാനെ പോലെ, ഖമനേയിയെ പോലൊരു ആൾ ഭരിക്കുന്ന ഒരിടത്ത് അവരൊരു ന്യൂക്ലിയർ രാഷ്ട്രം കൂടിയായി മാറിക്കഴിഞ്ഞാൽ ഇസ്രായേലിനെ പോലെ ഈ നാട്ടിൽ ജീവിക്കാൻ, അല്ലെങ്കിൽ ലോകത്ത് ജീവിക്കാൻ, അതിജീവിക്കാൻ അർഹതയുള്ള ആളുകൾക്ക് പോലും ഇനി ജീവിക്കാൻ പറ്റണം നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ തങ്ങളുടെ മിസൈൽ പദ്ധതികളിൽ ഇവർ വിട്ടുവീഴ്ച ചെയ്യാനോ സമ്മർദ്ദത്തിന് വഴങ്ങി കരാർ ഒപ്പിടാനോ ഇറാൻ തയ്യാറല്ല എന്ന റിപ്പോർട്ടുകൾ വരുമ്പോൾ നമ്മൾ പേടിക്കേണ്ടതുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അറബ് രാജ്യങ്ങളുടെ ഒരു നിർണായകമായ ഇടപെടലാണ്. കാര്യം അറബ് രാജ്യങ്ങളുടെ തീരുമാനങ്ങൾ നിർണായകമാണ്. കഴിഞ്ഞ ദിവസം റഷ്യയുമായി ചേർന്ന് ഒമാൻ കടലിൽ ഇറാൻ നാവിക അഭ്യാസം നടത്തിയിരുന്നു. അമേരിക്ക ഇറാനെതിരെ പ്രതിരോധങ്ങളും സൈനിക ഭീഷണികളും ഉയർത്തുമ്പോൾ തങ്ങൾ ഒറ്റയ്ക്കല്ലെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ ഇറാൻ ഇതിലൂടെ ശ്രമിക്കുന്നുമുണ്ട്. ലോകത്തെ വൻ ശക്തിയായ റഷ്യ തങ്ങൾക്കൊപ്പമുണ്ടെന്ന സന്ദേശം അമേരിക്കയുടെ ഈ മാക്സിമം പ്രഷർ തന്ത്രത്തിന് തിരിച്ചടിയുമാണ്. ഒമാൻ കടലും അതിനോട് ചേർന്നുള്ള ഹോർമൂസ് കടലെടുക്കും ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്ത് പാതയാണെന്ന് നമുക്കറിയാം. ലോകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണയുടെ വലിയൊരു ഭാഗം ഇതിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ മേഖലയിൽ റഷ്യയുമായി ചേർന്ന് അഭ്യാസം നടത്തുന്നത് വഴി ആവശ്യമെങ്കിൽ ഈ പാത നിയന്ത്രിക്കാൻ തങ്ങൾക്ക് കരുത്തുണ്ടെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകുകയാണ്. യുക്രൈൻ യുദ്ധത്തിന് ശേഷം റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം പൂർണ്ണമായും വഷളായതായി നമുക്കറിയാം. ഇറാനും റഷ്യയും കൂടുതൽ അടുക്കുന്ന സാഹചര്യവുമുണ്ട്. ഇറാൻ നിർമ്മിത ഡ്രോണുകൾ റഷ്യ ഉപയോഗിക്കുന്നതും പകരം റഷ്യൻ സാങ്കേതിക വിദ്യ ഇറാന് ലഭിക്കുന്നതുമൊക്കെ അമേരിക്കയെ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യങ്ങളുണ്ട്. ട്രംപ് നൽകി 10 ദിവസത്തെ സമയപരിധിക്കുള്ളിൽ ഇത്തരമൊരു സൈനിക നീക്കം നടക്കുന്നത് ഇറാന്റെ വിലപേശൽ ശേഷി വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിച്ചുള്ളത് തന്നെയാണ്. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞു, അറബ് രാഷ്ട്രങ്ങൾക്കൊന്നും തന്നെ യുദ്ധത്തിനോട് താല്പര്യമില്ല. മാത്രമല്ല, ട്രംപിന് ഈ രാഷ്ട്രങ്ങളെല്ലാം തന്നെ നിക്ഷേപ താല്പര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ യുദ്ധത്തിലേക്ക് പോകുമോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ഏറ്റവും ഭീകരമായ നയതന്ത്ര പ്രതിസന്ധിയിലൂടെയാണ് പശ്ചിമേഷ്യ കടന്നു പോകുന്നത്, യുദ്ധഭീതിയിലൂടെയാണ് കടന്നു പോകുന്നത്. അതിനെ നമുക്ക് നിസ്സാരവൽക്കരിക്കാൻ സാധിക്കില്ല. 10 ദിവസത്തെ സമയമുണ്ട്. അതിനുള്ളിൽ സമവായത്തിൽ എത്തിയില്ലെങ്കിൽ അടിസ്ഥാനപരമായി നമ്മൾ ഇത്രയും നാൾ കണ്ടതിൽ വെച്ച് ഏറ്റവും ഭീകരമായ യുദ്ധം പശ്ചിമേഷ്യ ഒരുപക്ഷെ സാക്ഷ്യം വഹിച്ചേക്കാം.